ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദ ആകെ പരിങ്ങലിലായിട്ടാണുള്ളത്. ഗീതു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ടി വി കണ്ടുകൊണ്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ടി വിയുടെ ഏരിയയിൽ വന്ന സമയത്ത് അവിടെ ഗീതു ഉണ്ടായിരുന്നില്ല. രഞ്ജു സ്വന്തമായിട്ട് ഇരുന്നിട്ടാണ് ടി വി കാണുന്നത്. അപ്പം രഞ്ജുവിനോട് പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഗീതു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഗീതു വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എങ്ങനെയോ തടി തപ്പുകയാണ്. അപ്പോൾ രഞ്ജു വിചാരിക്കുന്നുണ്ട്, ഈ ഏട്ടൻ എന്തിനാ ഇപ്പോൾ ഗീതുവിനെ അന്വേഷിക്കുന്നത്? ആ സമയത്ത് ഗോവിന്ദ് മെല്ലെ പ്രിയയുടെ മുറിയുടെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങനെ പരിങ്ങുന്ന സമയത്ത് വാതിലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുമ്പോഴേക്കും പ്രിയ വെള്ളം എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ പ്രിയ ഗോവിന്ദിനെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്നെ കാണാൻ വന്നതാണോ? ആ, എൻ്റെ മോള് ഭക്ഷണം കഴിച്ചോ കിടന്നോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. അപ്പോൾ ഏട്ടൻ എന്താ അതൊന്നും ചോദിക്കാത്തത്? പ്രിയ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ നിന്നെ കണ്ടില്ലേ, ഇനി എന്തിനാ ചോദിക്കുന്നത്? അതുകൊണ്ടാ, എനിക്ക് കുറേ ജോലികൾ തീർക്കാനുണ്ട്. അപ്പോൾ പിന്നെ ശരി, ഞാൻ പോട്ടെ. പ്രിയയെ സമ്മതിച്ചു കൊടുക്കുകയാണ്. ഗോവിന്ദ് ശരിക്കും കഥയറിയാതെ ആട്ടം കാണുന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പ്രിയയുടെ മുന്നിൽ കൂടെ നടന്നിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രിയ അവിടുന്ന് പാസ് ചെയ്ത് പോയതും മെല്ലെ പ്രിയ കാണാതെ തിരിച്ച് വീണ്ടും അവളുടെ മുറിയുടെ അടുത്തേക്ക് തന്നെ ഓടുകയാണ്. പക്ഷേ പ്രിയേൻ്റെ റൂമിൻ്റെ അരികിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കാഞ്ചനയുടെ കണ്ണിപ്പെടുകയാണ്. കാഞ്ചന ചോദിക്കുന്നുണ്ട്, എന്താ മാമ ഇവിടെ തപ്പുന്നത്? അപ്പം പെട്ടെന്ന് തന്നെ പറയും, അത് എൻ്റെ ഒരു സിം കാർഡ് ഇവിടെ നഷ്ടപ്പെട്ടു. അതിന് ഇവിടെ ഇരുട്ടത്ത് തപ്പിയാൽ കിട്ടുമോ? കാഞ്ചന ചോദിക്കുന്നുണ്ട്. വെളിച്ചത്തിൽ നോക്കണ്ടേ? അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ പറയാണ്, എൻ്റെ സിം കാർഡല്ലേ, ഞാൻ തപ്പിയെടുത്തോളാം. നീ ഒന്ന് ഇവിടുന്ന് പോയിത്തരാമോ? ഓ, എല്ലാമേ മാമനോട് ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അവിടുന്ന് പോവുകയാണ്. അങ്ങനെ കാഞ്ചനയുടെ കണ്ണ് വെട്ടിച്ചിട്ട് എങ്ങനെയൊക്കെയോ പ്രിയയുടെ മുറിയിലേക്ക് കയറുന്നുണ്ട്. അതേസമയം ഗീതു ആണെങ്കിൽ ഗോവിന്ദിനെ കാത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. ഭക്ഷണമൊക്കെ മുറിയിൽ തന്നെ കൊണ്ടുവച്ചിട്ടാണുള്ളത്. ഈ കണ്ണേട്ടൻ ഇത് എവിടെ പോയി കിടക്കുക? അതുമാത്രമല്ല, ആ സമയത്ത് ഗീതു ചിന്തിക്കുന്നുണ്ട്, ഇപ്പം ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണേട്ടന് ഞാൻ ഫുഡ് കൊടുക്കാൻ വന്നതാണെന്ന് വിശ്വസിക്കില്ല, വേറെ എന്തെങ്കിലും വിശപ്പാണെന്നേ വിശ്വസിക്കൂ. അയ്യോ ചമ്മോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് അവൾ മെല്ലെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുകയാണ്. പക്ഷേ സ്റ്റെപ്പ് കയറിയിട്ട് രാധികാമ്മ വരുന്ന കണ്ടതും ഗീതു ശരിക്കും ഞെട്ടുന്നുണ്ട്. അയ്യോ രാധികാമ്മ! അവൾ വേഗം തന്നെ വാതിൽ പെട്ടെന്ന് അടക്കുകയാണ്. അപ്പോൾ രാധിക നോക്കുന്ന സമയത്ത് ഗോവിന്ദ് പെട്ടെന്ന് തന്നെ വാതിൽ അടച്ചു പോവുകയാണ്. അപ്പം രാധിക കണ്ണാ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അയ്യോ പെട്ടു! ഗീതുവിനാകെ കൂടെ കൺഫ്യൂഷൻ ആവുകയാണ്. എന്താ ചെയ്യുക? അകത്തേക്ക് കയറിയിട്ട് അവൾ ബെഡിനടിയിലും അതുപോലെ അലമാരൻ്റെ അകത്തും ഒക്കെ കയറാൻ നോക്കി. പക്ഷെ ഒക്കെ ക്ലോസുമാണ്. അതുപോലെ തന്നെ ബെഡിനടിയിലൊന്നും കയറാൻ പറ്റുന്നില്ല. അവസാനം എങ്ങനെയോ വാഷ്റൂമിൽ കയറിയിട്ട് വാതിലടക്കുകയാണ്. രാധികയാണെങ്കിൽ പിന്നാലെ തന്നെ വന്നിട്ട് മുറിയുടെ വാതിൽ തുറന്നിട്ട് വിളിക്കുകയാണ്, കണ്ണാ കണ്ണാ. രാധിക നോക്കുന്ന സമയത്ത് ശബ്ദമൊന്നും കേൾക്കുന്നില്ല, ഗോവിന്ദിനെ മുറിയിൽ കാണാനുമില്ല. ആ സമയത്ത് അവിടെ ചപ്പാത്തിയും കറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന സമയത്ത് രാധിക ചിന്തിക്കുന്നുണ്ട്, പാവം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവൻ്റെ വിശപ്പ് മാറിക്കാണില്ല. ഗീതു ആണെങ്കിൽ ആകെ പെട്ട അവസ്ഥയില്ല. ഓ എൻ്റെ അമ്മോ, എന്നെ കണ്ടാൽ കുഴപ്പമാവുമല്ലോ. അതേസമയം പ്രിയയുടെ മുറിയിലെത്തിയിട്ടുണ്ടായിരുന്ന ഗോവിന്ദ് ഗീതുവിന് സർപ്രൈസ് ആയിട്ടുണ്ടാവും താൻ വന്നത് എന്ന് കരുതിയിട്ട് ഗീ എന്ന് വിളിച്ച് ചെല്ലുമ്പോഴേക്കും പ്രിയയുടെ മുറിയിൽ ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ബാത്റൂമിൽ ഉണ്ടാവുമെന്ന് കരുതിയിട്ട് അവൻ ബാത്റൂമിൻ്റെ വാതിലിൽ ലോക്ക് തുറക്കുകയാണ്. പക്ഷെ അതിനകത്തും ഗീതു ഉണ്ടായിരുന്നില്ല. ഗീതു ഇതെവിടെ പോയി? ഇനി രഞ്ജുവിൻ്റെ മുറിയിലെങ്ങാനും കാണുമോ? അങ്ങനെയൊക്കെ സംശയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ശബ്ദം കേൾക്കുന്നത്, കാഞ്ചനയും രേഖയും തമ്മിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗോവിന്ദ് കർട്ടൻ മാറ്റിയിട്ട് നോക്കുകയാണ് ആരാണ് പുറത്തുനിന്ന് സംസാരിക്കുന്നതെന്ന്. അവരെ കണ്ടതും ഗോവിന്ദ് പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അവർ നോക്കുന്ന സമയത്ത് പ്രിയയുടെ മുറിയിൽ കർട്ടൻ ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. അപ്പം പ്രിയയുടെ മുറിയിൽ ആരാ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നതാണ്. അത് കണ്ടതും ഗോവിന്ദ് പേടിച്ചിട്ട് ഗീതു നേരത്തെ പരാക്രമം കാണിച്ച പോലെ തന്നെ എന്തിൻ്റെങ്കിലും ഉള്ളിലൊന്ന് ഒളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ബാത്റൂമിൽ പോയി നോക്കുന്നുണ്ടായിരുന്നു, പിന്നെ ബെഡിനടിയിൽ നോക്കി, അവസാനം അവൻ വാർഡ്രോബ് തുറന്നിട്ട് അൽമാരൻ്റെ അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ അതിൻ്റെ അകത്ത് കയറി അവിടെ ഇരുന്നിട്ട് ലോക്ക് ചെയ്യാണ് വാതിൽ. ആ സമയത്ത് രേഖയും കാഞ്ചനയും അതിനകത്ത് കയറിയിട്ട് ഇതെന്താ പ്രിയയും ഗീതു ഇതിനകത്തില്ലല്ലോ, ഇവരെന്താ വാതിൽ തുറന്ന് വെച്ച് ഇവിടെ പോയതാന്നൊക്കെ ഇങ്ങനെ സ്വയം ചോദിക്കുന്നുണ്ട്. ബാത്റൂമിനടക്കം മൊത്തമായിട്ട് അവർ രണ്ടുപേരും നോക്കുകയാണ്. അപ്പോൾ അവിടെ എവിടെയും രണ്ടുപേരും ഇല്ല, പ്രിയയും ഇല്ല ഗീതുവും ഇല്ല. അപ്പം രേഖ ഇങ്ങനെ പറയുന്നുണ്ട്, വാതിൽ തുറന്നിട്ടിട്ട് അവർ രണ്ടുപേരും ഇത് എവിടെ പോയി, വാ നോക്കാം. അങ്ങനെ രണ്ടുപേരും വാതിലും അടച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് ഗോവിന്ദിന് സമാധാനമായത്. അതേസമയം ഗീതു ആണെങ്കിൽ വാഷ്റൂമിൽ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഓ, മിണ്ടാൻ പോലും വയ്യല്ലോ ഈശ്വര. അപ്പം രാധിക വിളിച്ച് പറയുന്നുണ്ട് ഗോവിന്ദ് ബാത്റൂമിലാണെന്ന് കരുതിയിട്ട്, വിശപ്പ് മാറ്റിയിട്ട് ഫുഡ് ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നല്ലോ, എന്തിനാ മുറിയിൽ ഫുഡൊക്കെ കൊണ്ടുവന്നേ? അപ്പോഴാണ് ഗീതുവിന് ആ കാര്യം ഓർമ്മ വന്നത്. അയ്യോ! അപ്പം രാധിക സംശയത്തോട് ചോദിക്കുന്നുണ്ട്, കണ്ണാ നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഓ, എന്താ ഇപ്പം ചെയ്യുക? ഗീതു ആകെ പരിങ്ങലിലായി. അപ്പം രാധിക വീണ്ടും ചോദിക്കുന്നുണ്ട്, കണ്ണാ ഫുഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? അതാണോ നീ കഴിക്കാതിരുന്നത്? അപ്പം ഗീതു വേഗം വാഷ് ബേസിൻ്റെ പൈപ്പ് തുറന്നതിന് ശേഷം ഷവറിൻ്റെ പൈപ്പ് എടുത്തിട്ട് രണ്ടും കൂടി ശബ്ദമാക്കിക്കൊണ്ട് അടിക്കുകയാണ്. പക്ഷെ അപ്പോഴും രാധിക ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഗത്യന്തരം ഇല്ലാതെ കുറച്ച് വായിൽ വെള്ളം എടുത്തിട്ട് ഗീതു നമ്മൾ വായിൽ കവിളുന്ന പോലെയൊക്കെ ശബ്ദം ഉണ്ടാക്കുകയാണ്. അതായത് ഗോവിന്ദ് സംസാരിക്കുന്നതാണെന്ന് തോന്നിക്കോട്ടെ എന്ന് കരുതിയിട്ട്.
അപ്പം അപ്പോഴും രാധികയ്ക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആദ്യം അവസാനം അവർ തന്നെ ചോദിക്കുകയാണ്, ഓ ഓ ഓ എനിക്ക് മനസ്സിലായി, നിനക്ക് വയറിനെന്തോ പ്രശ്നമുണ്ടല്ലേ, ബാത്റൂമിൽ പോകാൻ വേണ്ടിയാണോ നീ ഓടി വന്നേ? അപ്പം ഗീതു ചമ്മാണ്. അയ്യേ. ആ സമയത്ത് അലമാര തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയായിരുന്നു ഗോവിന്ദ്. പെട്ടെന്നാണ് പുറത്ത് കാൽപ്പെരുമാറ്റം കേട്ടത്. പ്രിയയും കാഞ്ചനയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. പ്രിയക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടാണ് കാഞ്ചന വരുന്നത്. ആ സമയത്ത് പ്രിയ ചോദിക്കുന്നുണ്ട്, ഗീതു ചേച്ചി ഇവിടെ മുഴുവൻ തിരഞ്ഞിട്ടും കണ്ടില്ലല്ലോ. ആ സമയത്ത് കാഞ്ചന പറയാണ്, ഗീതു പാപ്പ ഗോവിന്ദ് മാമയെ കറക്കാനുള്ള വഴി തേടുമായിരിക്കും. ഇങ്ക എന്താ നടക്കുന്നേന്ന് ഇന്നേക്ക് താൻ തെരിഞ്ഞത്. கீது பாப்பா பண்டு முதலே மாமனை ட்ரை பண்ணுறது. ஆனால் மாமா டீசൻറ്റ്, പെമ്പിള്ളയെ പാക്കതേ കുറ്റമെന്ന് നിனைക്കുന്ന ആൾ താൻ. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, ഏയ് ഗോവിന്ദേട്ടൻ അത്ര പാവാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, പ്രാരാബ്ദം കാരണം കല്യാണം വൈകിയെന്നേ ഉള്ളൂ. അപ്പോൾ ഗോവിന്ദ് അവരുടെ രണ്ടാളുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. ആ സമയത്ത് കാഞ്ചന പറയുന്നുണ്ട്, പണ്ടൊരു സിനിമ കണ്ടിട്ടില്ലേ വൈശാലി എന്ന് പറഞ്ഞിട്ട്, ആ സിനിമയുടെ കഥ പോലെയാണ് ഗീതുപ്പാപ്പയുടെ കഥ. ഗീതുപ്പാപ്പ പെരിയ വൈശാലി, കണ്ണ് തുറക്കട സാമി, ആ പാട്ടൊക്കെ പാടി ഗീതുപ്പാപ്പ പലതവണ മാമനെ കറക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അകത്തുനിന്ന് അത് കേട്ട ഗോവിന്ദിന് അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പം കാഞ്ചനയുടെ തമാശ കേട്ട് പ്രിയ പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷെ പ്രിയ പറയുന്നുണ്ട്, ഗീതു ചേച്ചി അങ്ങനെ ആയിരുന്നെങ്കിൽ മിസ്റ്റർ ബ്രഹ്മചാരി പണ്ടേ വീണേനെ, ഏട്ടൻ അത്രയ്ക്കുള്ള ആംബിയറൊക്കെ ഉള്ളൂ. അത് കേട്ട സമയത്ത് ഗോവിന്ദിന് ചിരി വരികയാണ് നാണായിട്ട്. ആംബിയർ ഉണ്ടായിട്ടും കാര്യമില്ല, അന്ത ബ്രഹ്മചാരി ഗീതുപ്പാപ്പയെ സാരാൻ അന്ത രാധിക മമ്മി സമ്മതിക്കത്തില്ല. അപ്പം പ്രിയ പറയുന്നുണ്ട്, അക്ക നോക്കിക്കോ, അങ്ങനെ അവർ രണ്ടുപേരുടെ ഉള്ളിൽ ഇപ്പോൾ സ്നേഹം ഉണ്ടെങ്കിൽ അവരതുടനെ തിരിച്ചറിയും, അതോടെ ഏട്ടൻ്റെ ബ്രഹ്മചര്യമൊക്കെ മുടങ്ങിക്കോളും. അപ്പം ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ്, 2 റൂമിലാക്കിയിട്ടാണോടി നീ ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ബ്രഹ്മചര്യം തെറ്റിക്കാൻ നോക്കുന്നത്? മിക്കവാറും ബ്രഹ്മചാരിയായി ഞാൻ ഈ അലമാരക്കകത്തിരുന്ന് സമാധിയാവും. ഗോവിന്ദ് ആകെ വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം ഗീതുവിൻ്റെ രാധിക വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ കണ്ണ ഇതുവരെ ഇറങ്ങാത്തത്? ഗോവിന്ദിൻ്റെ മുറിയിൽ തന്നെയാണ് രാധിക അപ്പോഴും ഉള്ളത്, പ്രശ്നമുണ്ടോ? അപ്പം ഗീതു അകത്തുനിന്ന് വിചാരിക്കുന്നുണ്ട്, ആകെ കൊളായി, ഇനി കുളത്തിൽ നിന്ന് കുളിച്ച് കയറാം. വീണ്ടും റിപ്പീറ്റായിട്ട് വായിൽ വെള്ളം കവളിയിട്ട് ഗീതു അതുപോലെ തന്നെ ശബ്ദം ഉണ്ടാക്കുകയാണ്. അപ്പം രാധിക ചോദിക്കുന്നുണ്ട്, ലൂസ് മോഷൻ ആണോ കണ്ണ? ഓ ലൂസ് മോഷനുള്ള ടാബ്ലറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഓ ഇവരെ ഞാൻ. ഗീതുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു, പക്ഷേ വീണ്ടും അവൾ ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം രാധിക പറയുന്നുണ്ട്, ടെൻഷൻ ആവണ്ട, ടാബ്ലറ്റ് ഞാനിപ്പോൾ കൊണ്ടുത്തരാം. അങ്ങനെ രാധിക പുറത്തേക്ക് പോയ തക്ക നോക്കി ഗീതു വേഗം വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് അവൾ തന്നെ വിചാരിക്കുന്നുണ്ട്, ഹോ രക്ഷപ്പെട്ടു, ഇതൊന്നും നമുക്ക് പറഞ്ഞ പണിയല്ല. അതേസമയം ഗോവിന്ദാണെങ്കിൽ ആകെ കൂടെ വേർത്തിട്ട് അവന് ശ്വാസമൊന്നും കിട്ടാത്ത അവസ്ഥയിലായിട്ടുണ്ട്. അപ്പം പ്രിയ പറയുന്നുണ്ട്, ഗീതു ചേച്ചി എന്താ കിടക്കാൻ വരാത്തത്? ഞാൻ കാത്തിരുന്നു മടുത്തു. പ്രിയ പാപ്പ തൂങ്ങിക്കോ, ഞാൻ ഗീതു പാപ്പയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന എഴുന്നേറ്റപ്പോൾ പ്രിയ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്നാലും ഗീതു ചേച്ചി എവിടെ പോയതാ? ഗോവിന്ദൻ ചിന്തിക്കുകയാണ്, അത് ശരിയാണല്ലോ, അവളിത് എവിടെ പോയി? നീങ്ക ഇരിക്ക്, ഞാൻ പോയി പാത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന പോകാൻ നോക്കുമ്പോഴേക്കും പ്രിയ പറയുന്നുണ്ട്, കാഞ്ചനക്ക ഒരു പുതപ്പെടുത്ത് തരുമോ? അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടുകയാണ്. അങ്ങനെ കാഞ്ചന വന്നിട്ട് അലമാരയുടെ ഡോറിൻ്റെ മുകളിൽ കൈ വെച്ചതും പുറത്തുനിന്ന് രേഖ വന്നിട്ട് വിളിക്കുകയാണ്, കാഞ്ചനെ. അപ്പോൾ കാഞ്ചന തിരിഞ്ഞു നോക്കുകയാണ് അലമാര തുറക്കാതെ. ആ സമയത്ത് രേഖ പറയുന്നുണ്ട്, രാവിലെ വിരിച്ചിട്ടുണ്ടായിരുന്ന തുണിയൊക്കെ എടുക്കണം, വാർപ്പിൻ്റെ മുകളിൽ പോയിട്ട്, ടെറസിൻ്റെ മുകളിൽ പോയിട്ട്. ആ സമയത്ത് കാഞ്ചന പറയാണ്, രാവിലെ എടുക്കാം, രാവിലെ എടുത്താൽ പോരെ, ഇപ്പം തന്നെ എടുക്കണം, എനിക്ക് പേടിയാ പോവാം, ഗോവിന്ദമാമയുടെ അമ്മയുടെ അപ്പയുടെ ഒക്കെ ആത്മാവുണ്ടാവും അവിടെ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പം രേഖ പറയുന്നുണ്ട്, കാഞ്ചനയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെങ്കിൽ പ്രിയമോളെയും കൂടി കൂട്ടിയിട്ട് പോയിക്കോ. അയ്യോ ഈ സമയത്തുള്ള പെൺകുട്ടികൾ അങ്ങനെ പ്രേതത്തെയൊന്നും കാണാൻ പാടില്ല, കാഞ്ചന പറയാണ്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് എനിക്ക് പേടിയൊന്നുമില്ല, കാണാൻ പറ്റിയ സന്തോഷമേ ഉള്ളൂ, അങ്ങനെയെങ്കിലും സുഖാണോ എന്ന് ചോദിച്ചാൽ കൂടുതൽ സന്തോഷം. അപ്പം രേഖ പറയുന്നുണ്ട്, വേണ്ട പ്രിയമോള് പോണ്ട, നീ പ്രഗ്നൻ്റ് ആണെന്ന് ഓർക്കാതെയാ ഞാനാ പറഞ്ഞത്. അപ്പോൾ പ്രിയ എഴുന്നേറ്റിട്ട് പറയാണ്, എനിക്ക് പേടിയൊന്നുമില്ല രേഖച്ചി, ഇതുവരെ ഗോവിന്ദേട്ടനിലൂടെ മാത്രം ഞാൻ കണ്ട അച്ഛനെ ആത്മാവായിട്ട് കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അച്ഛനായും ഏട്ടനായും ഗോവിന്ദേട്ടൻ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്കൊരു വിഷമവും ഇല്ല. അത് കേട്ടപ്പോൾ അലമാരക്കകത്തിരുന്ന ഗോവിന്ദൻ്റെ മനസ്സിലൊരു സന്തോഷം നിറയാണ്. അങ്ങനെ കാഞ്ചനയും കൂട്ടിക്കൊണ്ട് പ്രിയ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നാലെ തന്നെ രേഖയും. ഇതാണ് നല്ല സമയമെന്ന് മനസ്സിലാക്കിയിട്ട് ഗോവിന്ദ് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. മുറിയിൽ ആരും ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് ഗോവിന്ദ് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ രേഖ പോവാതെ അവിടെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദ് നേരെ താഴത്തേക്ക് തുള്ളിയതും രേഖയുടെ കണ്ണിലാണ് പെടുന്നത്. രേഖ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദ് ആകെ ചമ്മിയിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് രേഖയെ കണ്ട ആ ഒരു വെപ്രാളത്തെ തിരിച്ച് വീണ്ടും അലമാരയിലേക്ക് തന്നെ കയറാൻ നോക്കുകയാണ് ഗോവിന്ദ്. അപ്പോൾ രേഖ പറയുന്നുണ്ട്, എന്നെ കണ്ടിട്ട് വീണ്ടും അലമാരയിലേക്ക് കയറണ്ട, ഗോവിന്ദേട്ടനെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. അപ്പം ചമ്മിക്കൊണ്ട് തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട്, താങ്ക്സ്, വേഗം പൊയ്ക്കോ. രേഖ അവിടുന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഗോവിന്ദ് വിചാരിക്കുന്നുണ്ട്, അയ്യേ ചത്ത്.
അതേസമയം ഗോവിന്ദിൻ്റെ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട ഗീതു ഓടി വന്നിട്ട് രഞ്ജുവിൻ്റെ അരികിൽ ടി വി കാണുന്നിടത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഗോവിന്ദു ആ സ്ഥലത്ത് അവിടെ തന്നെയാണ് ഉള്ളത്. ഗോവിന്ദാണെങ്കിൽ ആകെ വേർത്തിട്ടുണ്ടായിരുന്നു. അയ്യോ എന്താ ചൂടെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ഫാനിൻ്റെ കാറ്റ് കൊള്ളുമ്പോഴാണ് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത്. ഗീതു ദേഷ്യത്തോടെ ഗോവിന്ദിനെ നോക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ട് പിറുപിറുത്തുകൊണ്ട് ഗോവിന്ദിനോട് പറയുന്നുണ്ട്, രാധികാമ്മ റൂമിൽ. ഗോവിന്ദും തിരിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഞാനേ. അപ്പോഴേക്കും രാധിക അങ്ങോട്ടേക്ക് വരികയാണ്. രാധികയെ കണ്ടതും രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ്. അപ്പോഴേക്കും കയ്യിലൊരു ടാബ്ലറ്റും ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടുവന്നിട്ട് രാധിക ഗോവിന്ദിന് നീട്ടുകയാണ്. കണ്ണാ, ഈ ഗുളിക കഴിച്ചിട്ട് നീ പോയി കിടന്നോ. ഗോവിന്ദിന് കാര്യമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഗോവിന്ദിന് കാര്യമൊന്നും മനസ്സിലാത്തതുകൊണ്ട് അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഗുളികയോ? ആ, ഗുളികയാ നല്ലത്, പെട്ടെന്ന് മാറും, രാധിക പറയുന്നുണ്ട്. രാവിലത്തേക്ക് നോർമൽ ആയിക്കോളും, പിന്നെ അമ്മയാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും ചോദിക്കാതെ ഗോവിന്ദ് ആ ഗുളിക വാങ്ങിക്കുകയാണ്. അപ്പോൾ ഗീതു ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും അറിയാത്തതുപോലെ. അപ്പോൾ ഗീതുവിനെ കണ്ടപ്പോൾ രാധിക വീണ്ടും ഗോവിന്ദിനോട് പറയാണ്, കണ്ണാ, ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പോൾ ഗീതു പരിഹസിക്കുകയാണ്, ഓം ബ്ര. കൂടുതലൊന്നും പറയാതെ രാധിക അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴും അവർക്ക് പോകാൻ തോന്നുന്നില്ല. ആ സമയത്ത് ഗോവിന്ദ് അടുത്തുള്ള ആ ചെയറിൽ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാധിക തിരിഞ്ഞെന്ന് ചോദിക്കുകയാണ്, നീ കഴിക്കുന്നില്ലേ? ഇതാ കഴിക്കാൻ പോവുക. വേണ്ട, ഞാൻ റൂമിൽ ചെന്നിട്ട് കഴിച്ചോളാം, അതാവുമ്പോൾ അപ്പം തന്നെ കിടക്കാലോ. അങ്ങനെ ഗീതുവിനെ നോക്കിയിട്ട് വിഷമത്തോടു കൂടി ഗോവിന്ദ് ആ മരുന്നും എടുത്തിട്ട് മുകളിലേക്ക് പോവുകയാണ്. അത് കണ്ടിട്ട് രേഖയും രഞ്ജുവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗോവിന്ദ് അവിടുന്ന് പോയ ആ ഒരു ദേഷ്യത്തിന് ഗീതുവും ദേഷ്യം പിടിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് കയറി പോവുകയാണ്. അപ്പം രാധിക നോക്കുന്ന സമയത്ത് ഇതൊന്നും അറിയാത്തതുപോലെ രഞ്ജു അവിടെ ഇരുന്ന് ടി വി കാണുമായിരുന്നു. അപ്പോൾ ദേഷ്യത്തിൽ അവർ ആ റിമോട്ട് വാങ്ങിച്ചിട്ട് ടി വി ഓഫാക്കിയിട്ട് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവുകയാണ്. രാധിക അവിടുന്ന് പോയതിന് ശേഷം ഉറങ്ങാൻ വേണ്ടിയിട്ട് രഞ്ജു എഴുന്നേൽക്കുകയാണ് മുറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് രേഖ പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയായിരുന്നു. എന്ത്? ഗോവിന്ദേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പ്രിയയുടെ റൂമിൽ. അതാ ഞാൻ പറഞ്ഞത്, രഞ്ജു പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം എന്താ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? രേഖയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് കുറച്ച് പ്രശ്നാ, രഞ്ജു പറയുന്നുണ്ട്. അതെന്ത് പ്രശ്നാ? അത് ചേച്ചിക്ക് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല, നീ കാര്യം പറ, രേഖ പറയുന്നുണ്ട്. പരസ്പരം സ്നേഹിച്ച് സ്നേഹം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ ഒന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനായി കൊതിക്കുന്ന രണ്ട് യുവമിഥുനങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഇന്ന് രാത്രി നമ്മൾ ഉറക്കം ഉപേക്ഷിക്കേണ്ടി വരും. ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഉറക്കൊക്കെ എപ്പോഴേ കളഞ്ഞു എന്ന് ചോദിക്കുമോളെ. രേഖ അതിനേക്കാളും എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. അങ്ങനെ രഞ്ജുവും രേഖയും കൂടിയിട്ട് ഗോവിന്ദനും ഗീതുവിനും വേണ്ടിയിട്ടുള്ളൊരു തുടക്കത്തിലാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.